ആമസോൺ മഴക്കാടുകൾ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന റെയിൻ ഫോറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായ ഗ്രീൻ അനാക്കോണ്ടയും ഭീകര ചിലന്തികളും ജലത്തിലെ നരഭോജികളായ പിരാനകളും തിളച്ചുമറയുന്ന പുഴയും നടന്നു നീങ്ങുന്ന മരവും ബുള്ളറ്റ് തുളച്ചു കയറുന്നതുപോലെ വേദനിപ്പിക്കുന്ന ബുള്ളറ്റ് ഉറുമ്പുകളും ജാഗ്വർ അടക്കമുള്ള ഭീകര ജീവികളും അധിവസിക്കുന്ന, സൂര്യപ്രകാശത്തെപ്പോലും കടത്തിവിടാതെ കോടിക്കണക്കിന് മരങ്ങളും ചെടികളും ഇടതൂർന്നു വളരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വനപ്രദേശം. എന്നാൽ ആമസോൺ കാടുകൾ നാളുകൾ കഴിയുന്തോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10,000 സ്ക്വയർ കിലോമീറ്ററോളം വനപ്രദേശമാണ് ഓരോ വർഷവും ആമസോണിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനനശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആമസോൺ കാടുകളിലാണ്. ഇന്നേ വരെ ഏകദേശം 26% വനം നശിച്ചു കഴിഞ്ഞു. ഇതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടായ ആമസോൺ കാടുകൾ പരിപൂർണമായും നശിച്ചു പോകും. അങ്ങനെയൊരു സാഹചര്യം വന്നാൽ അത് നമ്മുടെ ഭൂമിയെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്? $67 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ആമസോൺ മഴക്കാടുകൾ സൗത്ത് അമേരിക്കയിലെ ബ്രസീൽ, ബൊളീവിയ, ഇക്വഡോർ, പെറു, കൊളംബിയ, വെനസ്വേല, ഗയാന, സുറിനം, ഫ്രഞ്ച് ഗയാന എന്നീ 9 രാജ്യങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ വലിപ്പം എന്നത് ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ ഇരട്ടിയോളം വരും. ഈ കാടിൻ്റെ ഭൂരിഭാഗവും, അതായത് 60% കൂടുതൽ, ബ്രസീലിൽ തന്നെയാണ്. മറ്റു വനങ്ങളെ അപേക്ഷിച്ച് വർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാടുകളെയാണ് മഴക്കാടുകൾ എന്ന് പറയുന്നത്. ആമസോണിൽ ഒരു വർഷം 2000 മുതൽ 3000 മില്ലി ലിറ്റർ വരെയാണ് മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആമസോണിൻ്റെ അന്തരീക്ഷം എപ്പോഴും ഈർപ്പം നിറഞ്ഞതായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളാണ് ഈ ആമസോൺ കാടുകൾ എന്ന് നമുക്കറിയാം. ആമസോൺ മഴക്കാടുകളിൽ ഇടതൂർന്നു വളരുന്ന വലിയ മരങ്ങളും സസ്യങ്ങളും കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് വലിയ തോതിൽ ഓക്സിജനെ പുറത്തുവിടുന്നു. ഭൂമിയിലെ ഓക്സിജൻ്റെ ഏകദേശം 6 മുതൽ 9% വരെയും നൽകുന്നത് ഈ ആമസോൺ മഴക്കാടുകളാണ്. അതുകൊണ്ടാണ് ആമസോൺ കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. ആമസോണിലുള്ള സസ്യങ്ങളുടെയും മരങ്ങളുടെയും വൈവിധ്യവും എണ്ണവുമെല്ലാം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിലും ഒരുപാട് കൂടുതലാണ്. ആമസോൺ കാടിനുള്ളിൽ 80,000 വ്യത്യസ്ത സ്പീഷീസിലുള്ള സസ്യങ്ങളാണുള്ളത്. 12,000 വ്യത്യസ്ത വിഭാഗത്തിലുള്ള വലിയ മരങ്ങളും. ഈ വനത്തിൽ ഇന്നേ വരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് 39,000 കോടിയോളം വലിയ മരങ്ങളെയാണ്. അതായത് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം. ഇവയിൽ നടക്കുന്ന ഒരു മരവുമുണ്ട്. കാസ്പോണോ അഥവാ വാക്കിംഗ് പാം ട്രീ എന്ന മരമാണിത്. പ്രത്യേകം തായ്വേരില്ലാത്ത ഈ മരം ചെറിയ വേരുകൾ ഉപയോഗിച്ച് ഒരു വർഷത്തിൽ ഏകദേശം 20 മീറ്റർ ദൂരം വരെ സഞ്ചരിക്കും. ഇപ്പോൾ നമുക്ക് ആമസോൺ മഴക്കാടുകൾ എത്രമാത്രം വലുതാണ് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടി. ഇത്രയും കട്ടിയിൽ സസ്യങ്ങൾ ഇടതൂർന്ന് വളരുന്നത് കൊണ്ട് തന്നെ കാടിനുള്ളിലേക്ക് സൂര്യപ്രകാശത്തിൻ്റെ ചെറിയൊരു അംശം മാത്രമേ കടന്നു ചെല്ലുന്നുള്ളൂ. ഈ വലിയ മഴക്കാടിനുള്ളിൽ ഈ സസ്യങ്ങൾ മാത്രമല്ല ഉള്ളത്, അനേകം വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളും അധിവസിക്കുന്നുണ്ട്. നമ്മൾ ഇന്നേ വരെ ലോകത്ത് കണ്ടെത്തിയിട്ടുള്ള ജീവജാലങ്ങളിൽ 25% ജീവിക്കുന്നത് ഈ ആമസോൺ മഴക്കാടുകൾക്കുള്ളിലാണ്. 427 കൂടുതൽ സസ്തന്യവർഗ്ഗങ്ങൾ, 3000 കൂടുതൽ വ്യത്യസ്ത മീൻവർഗ്ഗങ്ങൾ, 1300 വ്യത്യസ്ത പക്ഷിവർഗ്ഗങ്ങൾ, 380 തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഉരകജീവികൾ, 428 കൂടുതൽ ഉഭയജീവി വർഗ്ഗങ്ങൾ, ചിത്രശലഭങ്ങളും പുഴുക്കളും വണ്ടുകളും അടങ്ങുന്ന 25 ലക്ഷത്തിലും അധികം പ്രാണിവർഗ്ഗങ്ങളും ആമസോണിൽ ജീവിക്കുന്നുണ്ട്. ഇവയിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതുമായ ചില ജീവികളെ പരിചയപ്പെടാം. ആമസോൺ കാടുകളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായ ഗ്രീൻ അനാക്കോണ്ടകളാണ്. അവ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആമസോൺ കാടുകൾക്കുള്ളിലാണ്. അവിടുത്തെ ആഴം കുറഞ്ഞ പുഴകളിലും ജലാശയങ്ങളിലും ജീവിക്കുന്ന പൂർണ്ണ വളർച്ചയെത്തിയ ഒരു അനാക്കോണ്ടയുടെ നീളം 18 അടിയോളം വരും. ചെറിയ മീനുകൾ മുതൽ മാനുകളെയും ചീങ്കണ്ണികളെയും വരെ ആഹാരമാക്കുന്ന ഇവർ ഇരകളെ വരിഞ്ഞു മുറുക്കി കൊന്ന ശേഷം പൂർണ്ണമായും വിഴുങ്ങിയാണ് വിശപ്പടക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകര മത്സ്യങ്ങളായ പിരാനകൾ കാണപ്പെടുന്നത് ആമസോണിലെ നദികൾക്കുള്ളിലാണ്. 20ലും കൂടുതൽ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട പിരാനകൾ ആമസോണിലുണ്ട്.
അവയിൽ ഏറ്റവും അപകടകാരികൾ 60 സെൻറ്റിമീറ്ററോളം നീളമുള്ള റെഡ് പിരാനകളാണ്. ആക്രമിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള കൂർത്ത പല്ലുകളും കട്ടിയുള്ള താടിയലുമാണ് അവയുടെ പ്രത്യേകതകൾ. നദികളിലിറങ്ങുന്ന വലുതും ചെറുതുമായ ജീവജാലങ്ങളെയെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് അവർ സംഘമായി ചേർന്ന് ആക്രമിച്ച് കീഴടക്കും. ആമസോണിലെ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന പ്രത്യേക തരത്തിലുള്ള മത്സ്യങ്ങളാണ് ഇലക്ട്രിക് ഈലുകൾ. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഉപയോഗിച്ച് ശത്രുക്കളെ ഓടിക്കുകയും ഇര പിടിക്കുകയും ചെയ്യുന്ന മത്സ്യങ്ങളാണിവ. ശത്രുക്കൾ എന്ന് പറയുമ്പോൾ വലിയ മുതലകളെ പോലും അവർ വൈദ്യുത ഷോക്ക് ഏൽപ്പിച്ച് ഓടിക്കാറുണ്ട്. ആമസോണിലെ നദികൾക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന കാണാൻ വളരെ സുന്ദരനായ പ്രത്യേക തരത്തിലുള്ള ഡോൾഫിനുകളാണ് പിങ്ക് ഡോൾഫിനുകൾ. അവിടുത്തെ നദികളിൽ ഇവരെ കൂടാതെ ഭീകരന്മാരായ ചീങ്കണ്ണികളും മുതലകളുമുണ്ട്. അവയ്ക്കൊപ്പം മുതലകളും ചീങ്കണ്ണികളും അല്ലാത്ത അവരോട് ഒരുപാട് സാമ്യമുള്ള ഒരു ഭീകര ഉരകജീവിയുണ്ട്. 13 അടിയോളം നീളവുമുള്ള ബ്ലാക്ക് കെയ്മൻ. തങ്ങളുടെ പരിധിയിൽ വരുന്ന എന്തിനേയും അവ ആക്രമിച്ച് കീഴടക്കും. അനാഖോണ്ടകളും ജാഗ്വറുകളുമാണ് ഇവരുടെ പേടി സ്വപ്നം. ആമസോൺ മഴക്കാടുകൾക്കുള്ളിലുള്ള പ്രധാന വേട്ടക്കാരൻ ജാഗ്വറുകളാണ്. 2 മീറ്ററോളം നീളവും 160 കിലോഗ്രാമോളം ഭാരവും അതിശക്തമായ മാംസപേശികളുമുള്ള ഈ ജാഗ്വറുകളാണ് ആമസോണിലെ ഏറ്റവും വലിയ മാംസബുക്കുകൾ. ആമസോണിൽ ധാരാളം കാണപ്പെടുന്ന ഈ ജാഗ്വറുകൾ വലിയ ഇരകളെയാണ് വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കാറുള്ളത്. ഇവയ്ക്കെല്ലാം പുറമെ ആമസോണിൽ പലതരത്തിലുള്ള വിഷപ്പാമ്പുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പാമ്പുകളിൽ ഒന്നായ ഐറിഷ് വൈപ്പർ. വലിപ്പം വളരെ കുറവായ വിഷപ്പാമ്പുകളാണിവ. ഇവയുടെ ഒരു കടി ഏറ്റുകഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഹൃദയത്തെയും നാഡീവ്യവസ്ഥയെയും മുഴുവൻ ഈ വിഷം ബാധിക്കും. വിഷപ്പാമ്പുകൾ മാത്രമല്ല, കഠിന വിഷമുള്ള ധാരാളം തവളകളും ഈ മഴക്കാടുകളിലുണ്ട്. അതിലൊന്നാണ് കാണാൻ അതിസുന്ദരനായ പോയിസൺ ഡാർട്ട് ഫ്രോഗ്. കുറഞ്ഞത് 10 പേരെയെങ്കിലും കൊല്ലാൻ സാധിക്കും സുന്ദരനായ ഈ കുഞ്ഞൻ തവളയ്ക്ക്. ഇതിനെ കൂടാതെ കൊടിയ വിഷമുള്ള മറ്റ് 2 തവളകൾ കൂടിയുണ്ട്. ബ്ലൂ പോയിൻ്റ് ഡാർട്ട് തവളകൾ, ഗോൾഡൻ പോയിസൺ തവളകൾ. ഇവരെക്കാളുമെല്ലാം വളരെ വിചിത്രമായ മറ്റൊരു തവളയാണ് ഗ്ലാസ് ഫ്രോഗ്. കണ്ണാടി പോലെയുള്ള തൊലിയാണ് ഈ തവളയുടെ പ്രത്യേകത. നമുക്ക് തവളയുടെ ഹൃദയം ഇടിക്കുന്നതടക്കം ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തുനിന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. കുരങ്ങന്മാരെ പോലെ തന്നെ മരങ്ങളിൽ വസിക്കുകയും മരങ്ങൾ ചാടി നടക്കുകയും ചെയ്യുന്ന വളരെ വലിപ്പമുള്ള തവളകളാണ് ജെയിൻറ്റ് മങ്കി ഫ്രോഗ്. ആമസോൺ കാടുകളിൽ കാണുന്ന വിചിത്രമായൊരു ഉറുമ്പുതീനിയാണ് കോളാട്ട് ആൻഡ് ഈറ്റർ. ഇവരുടെ നാവുകൾക്ക് 40 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. മരങ്ങൾക്ക് മുകളിൽ കയറി വരെ ഉറുമ്പുകളെയും ചിതലുകളെയും എല്ലാം ഇവർ ഭക്ഷിക്കും. ഈ മഴക്കാടുകളിലുള്ള ഉറുമ്പുകളും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതുപോലെ അത്രത്തോളം വ്യത്യസ്തരാണ്. സാധാരണ ഉറുമ്പുകളേക്കാൾ വലിപ്പം കൂടിയ 2 വിചിത്ര ഉറുമ്പുകളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉറുമ്പ് വർഗ്ഗങ്ങളിൽ ഒന്നായ ബുള്ളറ്റ് ഉറുമ്പുകൾ. നിർത്താതെ കടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉറുമ്പുകളുടെ കടിക്ക് ബുള്ളറ്റ് ശരീരത്തിലൂടെ തുളച്ചു കയറുന്നത് പോലുള്ള വേദനയായിരിക്കും. മാത്രമല്ല, ഈ വേദന 24 മണിക്കൂറുകളോളം ശരീരത്തിൽ അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. മറ്റൊരു വലിയ ഉറുമ്പാണ് ലീഫ് കട്ടർ ഉറുമ്പുകൾ. കൂട്ടമായി മാത്രം ജീവിക്കുന്ന ഈ ഉറുമ്പുകളുടെ ഒരു ചെറിയ കൂട്ടത്തിൽ 3 ലക്ഷം ഉറുമ്പുകൾ വരെ കാണും. ആമസോൺ കാടുകൾക്കുള്ളിൽ നമ്മെ ഭയപ്പെടുത്തുന്ന ചിലന്തികളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ചിലന്തിയായ ഗോലിയാത്ത് ബേർഡ് ഈറ്റർ. വെള്ളത്തിന് മുകളിലൂടെ വരെ സഞ്ചരിച്ച് മീൻ പിടിക്കാൻ പോലും കഴിവുള്ള ചിലന്തികളാണവ. ഒരുപാട് ദൂരത്തേക്ക് ചാടാൻ കഴിവുള്ള ജമ്പിംഗ് സ്പൈഡർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഷമുള്ള ബ്രസീലിയൻ വാൻഡ്രി സ്പൈഡറുകൾ. വിചിത്ര രൂപമുള്ള പിങ്ക് സ്പൈഡറുകൾ. അങ്ങനെ ധാരാളം ചിലന്തികൾ. ലോകത്ത് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വണ്ടുകളായ ഹെർക്കുലിസ് ബിറ്റിൽസിം വണ്ടുകളെ നമുക്ക് ആമസോൺ കാടുകളിൽ കാണാൻ സാധിക്കും. ഈ വണ്ടുകൾക്ക് 20 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട്. വളരെ വ്യത്യസ്തങ്ങളായ ധാരാളം കുരങ്ങന്മാരെയും നമുക്ക് ഈ മഴക്കാടുകളിൽ കാണാൻ സാധിക്കും. സ്പൈഡർ മങ്കികൾ, സ്കൗളർ മങ്കികൾ, കാപ്യൂച്ചിൻ മങ്കികൾ, ലയൺ ഡോർ മാൻറ്റീസ്, അങ്ങനെ ധാരാളം. ആമസോൺ കാടുകളിൽ ധാരാളം വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളുണ്ട്. വേട്ടക്കാരന്മാരായ ഹാർപ്പി പരുന്തുകൾ. ട്വീക്കൻസ് എന്നറിയപ്പെടുന്ന വളരെ നീളം കൂടിയ ചുണ്ടുകളുള്ള പക്ഷി. അതിമനോഹരമായ ചുണ്ടും വ്യത്യസ്ത നിറങ്ങളിലുള്ള തൂവലുകളുമുള്ള മെക്യാസ് എന്ന കൂട്ടമായി ജീവിക്കുന്ന മനോഹരമായ തത്തകൾ. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വളരെ വിചിത്രമായൊരു പക്ഷിയുമുണ്ട്. ഓട്ടു എന്നാണ് ഈ പക്ഷിയുടെ പേര്. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ മരച്ചില്ലകളിൽ ഒളിഞ്ഞിരിക്കുവാൻ പ്രത്യേക കഴിവുള്ള പക്ഷിയാണിത്. ഇതിൻ്റെ ശബ്ദം ഒരേ സമയം തന്നെ നമ്മിൽ കൗതുകവും ഭയവും ഉണ്ടാക്കും.
മനോഹരമായ വർണ്ണത്തൂവലുകളുള്ള സ്പാങ്കാൾഡ് പക്ഷികളെയും തലയിൽ സുന്ദരമായ കിരീടമുള്ള റോയൽ ഫ്ലൈ ക്യാപ്ചർ പക്ഷികളെയും നമുക്ക് കാണാം. ഇവയ്ക്കെല്ലാം പുറമെ വണ്ടുകൾ, തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ, അങ്ങനെ 25 ലക്ഷത്തിലും അധികം വ്യത്യസ്ത പ്രാണിവർഗ്ഗങ്ങൾ. ഈ ആമസോൺ മഴക്കാടുകളെ മുകളിൽ നിന്നും താഴെ വരെ പ്രധാനമായും എമർജൻ ലെയർ, കനോപ്പി ലെയർ, അണ്ടർ സ്റ്റോറി ലെയർ, ഫോറസ്റ്റ് ലെയർ എന്നീ 4 മേഖലകളായി തിരിക്കാം. മഴക്കാടുകളുടെ ഏറ്റവും മുകളിലുള്ള മേഖലയാണ് എമർജൻ ലെയർ. കാട്ടിലുള്ള ഏറ്റവും ഉയരം കൂടിയ മരങ്ങളാണ് ഈ മേഖലയിൽ വരുന്നത്. 60 മീറ്ററിലും കൂടുതൽ ഉയരമുള്ള 1000 വർഷങ്ങൾ വരെ നിലനിൽക്കുന്ന മരങ്ങളാണിവ. അവയിൽ ഏറ്റവും ഉയരം കൂടിയ ബ്രസീൽ നെറ്റ് ട്രീയും സിനിമകളിൽ കണ്ട് നമുക്ക് പരിചയമുള്ള മനോഹരമായ കാപ്പോപ്പ് ട്രീയും സുമോ മീഡിയയും ഉൾപ്പെടുന്നു. ഈ മേഖലയുടെ താഴെയുള്ള ഭാഗമാണ് കാനോപ്പി മേഖല. ആമസോൺ മഴക്കാടുകളിലെ ചെടികളും സസ്യങ്ങളും ഇടതൂർന്ന് വളരെ കട്ടി കൂടിയ മേഖലയാണിത്. ഇവിടെ ശരാശരി 6 മീറ്റർ വരെ ഉയരമുള്ള മരങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യപ്രകാശം ഈ മേഖലയിൽ നിന്നും താഴേക്ക് പോവുക എന്നത് വളരെ പ്രയാസമാണ്. ആമസോൺ കാടുകളിൽ മാത്രം കാണാൻ കഴിയുന്ന അത്യപൂർവമായ 25,000 വ്യത്യസ്ത തരത്തിലുള്ള ഓർക്കിഡ് ചെടികൾ സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലാണ്. ഇതിന് താഴെയുള്ള മേഖലയാണ് അണ്ടർ സ്റ്റോറി മേഖല. ഈ പ്രദേശം തൊട്ടു മുകളിലുള്ള 2 മേഖലകളെയും അപേക്ഷിച്ച് ഇരുട്ട് കൂടിയ മേഖലയാണ്. വലിപ്പം കൂടിയ ഇലകളും പുഷ്പങ്ങളും നിറഞ്ഞ ചെറിയ ചെടികളാണ് ഈ മേഖലയിൽ കൂടുതലും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും വ്യത്യസ്ത വർഗ്ഗങ്ങളിൽപ്പെട്ട ഓർക്കിഡ് ചെടികളുണ്ട്. കൂടാതെ ധാരാളം വിഷച്ചെടികളും പുഷ്പങ്ങളും നിറഞ്ഞ മേഖലയാണിത്. അടുത്തത് ഏറ്റവും അടിഭാഗമാണ് ഫോറസ്റ്റ് ഫ്ലോർ, അതായത് ആമസോണിൻ്റെ നിലം. ഇവിടെ മറ്റു മേഖലകളെ അപേക്ഷിച്ച് വളരെ ഉയരം കുറവായ ചെടികളാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വളരെ വിചിത്രമായ ഒരുതരം കൂണുകളുണ്ട് ഇവിടെ. പാനലസ് സെപ്റ്റിക്കസ് എന്ന സ്വയം പ്രകാശിക്കാൻ കഴിവുള്ള കൂണുകളാണവ. രാത്രിയിൽ സ്വയം പ്രകാശിച്ച് ഈ കൂണുകൾ ഇതുപോലെ തിളങ്ങി നിൽക്കുന്നത് നമ്മുടെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. പുരാതന കാലങ്ങൾ മുതലേ ആമസോണിൻ്റെ അതിർത്തികളിലും ഉൾക്കാട്ടിലുമായി ധാരാളം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ട്രൈബൽസ്. അവരിൽ കാടിൻ്റെ അതിർത്തികളിൽ ജീവിക്കുന്നവരെല്ലാം നമ്മോട് സഹകരിക്കുന്ന ഗോത്രവർഗ്ഗക്കാരാണ്. എന്നാൽ പുറം ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നരഭോജികളായ ധാരാളം ഗോത്രവർഗ്ഗങ്ങൾ ഉൾക്കാട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ വലിയ ആമസോൺ കാടിനുള്ളിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജലമൊഴുകുന്ന നദിയുള്ളത്. ലോകത്തിൽ നീളത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനക്കാരനായ ഈ ആമസോൺ നദിയിൽ നിന്നും ഓരോ നിമിഷവും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് 20 കോടി ലിറ്റർ ജലമാണ്. വനത്തിനുള്ളിലൂടെ ഒഴുകുന്ന ഈ ആമസോൺ നദിയുടെ ഒരു പോഷക നദിയായ ലെംബോബയുടെ താപനില 45 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നദിയുടെ ഉപരിതലത്തിൽ എപ്പോഴും നീരാവി ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരിക്കും. ലോകത്തിൽ തിളച്ചുമറിയുന്ന ഒരേ ഒരു നദിയാണ് ആമസോണിനകത്തുള്ള ഈ ലെംബോബ നദി. വളരെ സുന്ദരവും അത്ഭുതകരവും ഭീകരവുമായ ആമസോൺ വനത്തിനുള്ളിലെ ധാരാളം കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുള്ള ഈ വലിയ ആമസോൺ മഴക്കാട് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ആയപ്പോഴേക്കും വനത്തിൻ്റെ ഏകദേശം 26% നശിച്ചു കഴിഞ്ഞു. കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 3 ലക്ഷം ചതുരശ്ര മൈൽ വനം ഇതിനോടകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ബ്രസീലിയൻ ആമസോണിലെ കന്നുകാലി വളർത്തലുകളാണ് വനനശീകരണത്തിൻ്റെ പ്രാഥമിക കാരണങ്ങളിൽ ഒന്ന്. സാറ്റലൈറ്റ് രേഖകൾ പ്രകാരം ഒരു ദശാബ്ദത്തിലെ ഏറ്റവും കൂടുതൽ വനനശീകരണത്തിൻ്റെ തോത് 2018 രേഖപ്പെടുത്തിയത്. ഏകദേശം 7,900 സ്ക്വയർ കിലോമീറ്ററോളം വനമാണ് 2017 ഓഗസ്റ്റ് മുതൽ 2018 ജൂലൈ വരെ നശിച്ചു പോയത്. മാറ്റോ ഗ്രോസോ, പാര എന്നീ സംസ്ഥാനങ്ങളിലാണ് വനനശീകരണത്തിൻ്റെ ഏറ്റവും ഉയർന്ന തോത് രേഖപ്പെടുത്തിയത്. ഇനി നമുക്ക് ആമസോൺ മഴക്കാടുകൾ ഇതുപോലെ നശിച്ചു പോകുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. കാലികളെ വളർത്തുവാനും വിലപിടിപ്പുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുവാനും പാർപ്പിടം നിർമ്മിക്കുവാനും സോയാബീൻ പോലുള്ള കൃഷികൾ ചെയ്യുന്നതിനും ഹൈവേകളും ചെറിയ റോഡുകളും നിർമ്മിക്കുവാനും ഔഷധ സസ്യങ്ങൾ ശേഖരിക്കുന്നതിനുമാണ് മനുഷ്യൻ ഈ വനത്തിനുള്ളിൽ കയറുന്നത്. 2004 ലോക് ബാങ്ക് പേപ്പറും 2009 ഗ്രീൻ റിപ്പോർട്ടും അനുസരിച്ച് ബ്രസീലിയൻ ആമസോണിൽ കന്നുകാലി വളർത്തൽ, അന്താരാഷ്ട്ര ബീഫ് തുകൽ വ്യാപാരം എന്നിവയുടെ പിന്തുണയോടെയാണ് ആ മേഖലയിലെ 80% വനനശീകരണവും സംഭവിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ 2006 റിപ്പോർട്ട് ചെയ്തത് ഈ പ്രദേശത്തെ 70% വനഭൂമിയും 1970 മുതൽ
91% വനഭൂമിയും ഇപ്പോൾ കന്നുകാലികളുടെ മേച്ചിൽപ്പുറങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. 2024 ഒക്ടോബറിൽ ബ്രസീലിയൻ്റെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയായ IBAMA വനത്തിനുള്ളിൽ അനുമതിയില്ലാതെ കടന്നുകയറി കന്നുകാലികളെ വളർത്തിയതിനും വാങ്ങുകയും വിൽക്കുകയും ചെയ്തതിന് ലോകത്തിലെ ഏറ്റവും വലിയ മാംസപാക്കറായ JBS SA മുതലായ വലിയ കമ്പനികൾക്ക് $64 ദശലക്ഷം പിഴ ചുമത്തിയത്. യന്ത്രവൽകൃത വിളകൾക്കായി കർഷകർ ഭൂമി വെട്ടിത്തെളിച്ചത് വനനശീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ്. 2006 നാസയുടെ സാറ്റലൈറ്റ് ഡേറ്റകളെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത് ഏറ്റവും വലിയ തോതിൽ വനനശീകരണം സംഭവിച്ച 2004 മാറ്റോ ഗ്രോസോ എന്നീ സംസ്ഥാനങ്ങളിലെ 20%-ലും കൂടുതൽ വനപ്രദേശം വിളനിലമായി മാറിയിട്ടുണ്ടെന്നാണ്. സോയാബീൻ കൃഷിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ആമസോണിൽ വികസിപ്പിച്ചെടുത്ത ചില ഗതാഗത പാതകൾ വനനശീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ബേലേം ബ്രസീലിയൻ ഹൈവേ, കുയാബ പോർട്ടോ വെൽഹോ ഹൈവേ, ഈ 2 ഹൈവേകളും വനനശീകരണത്തിൻ്റെ കേന്ദ്രമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ശരിക്കും ബ്രസീലിയൻ ആമസോണിലെ വനനശീകരണത്തിൻ്റെ പ്രധാന മേഖലയാണ്. ഇതുകൂടാതെ ധാരാളം റോഡുകളുണ്ട്. ഇവയ്ക്ക് ചുറ്റിലുമുള്ള വനം മുഴുവൻ ഇതിനോടകം നശിപ്പിച്ചു കഴിഞ്ഞു. വൃക്ഷങ്ങളും സസ്യങ്ങളും സുലഭമായി വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശത്തു നിന്നും അവയെ സ്ഥിരമായി നീക്കം ചെയ്യുന്നതിനെയാണ് വനനശീകരണം എന്ന് പറയുന്നത്. മഹാഗണി, തേക്ക്, ഓക്ക് മുതലായ വിലയേറിയ സസ്യങ്ങളാണ് ആമസോൺ കാടുകളിൽ നിന്നും ദിനംപ്രതി വെട്ടിമാറ്റപ്പെടുന്നത്. വലിയ വലിയ മരങ്ങൾ ഇതുപോലെ വെട്ടിമാറ്റുന്നത് കൊണ്ട് അവയ്ക്ക് ചുറ്റിലുമുള്ള സസ്യങ്ങളെല്ലാം നശിപ്പിക്കപ്പെടും. 2023 പഠനങ്ങൾ വഴി ആമസോണിലെ മരങ്ങൾ വെട്ടിമാറ്റുന്നതിലൂടെ ആ പ്രദേശത്ത് വലിയ തോതിൽ മഴയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചു. ഇവ കൂടാതെ പടിഞ്ഞാറൻ ആമസോണിലെ എണ്ണ വാതക പദ്ധതികൾ വനനശീകരണത്തിനും അതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ആഘാതങ്ങൾക്കുമെല്ലാം പ്രധാന കാരണമാകുന്നുണ്ട്. ഈ പദ്ധതികളിലൂടെ വനം നഷ്ടമാവുകയും ജലം, വായു എന്നിവയെല്ലാം മലിനമാവുകയും തദ്ദേശീയരെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും എല്ലാം ചെയ്യുന്നു. 2016 സെപ്റ്റംബർ മാസത്തെ റിപ്പോർട്ട് അനുസരിച്ച് US ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് മൂലം ആമസോണിൽ ഏകദേശം 20,000 ചതുരശ്ര മൈൽ മഴക്കാടുകൾ നശിച്ചിട്ടുണ്ട്. ഈ പ്രത്യാഘാതങ്ങളെല്ലാം ഏൽക്കുന്നത് പടിഞ്ഞാറൻ ആമസോൺ രാജ്യങ്ങളായ ഇക്വഡോർ, പെറു, കൊളംബിയ എന്നീ രാജ്യങ്ങളിലാണ്. ഇതുകൂടാതെ 100,000 ചതുരശ്ര മൈൽ മഴക്കാടിനുള്ളിൽ എണ്ണ പരിവേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. ആമസോൺ മഴക്കാടുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ചിലത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ മഴക്കാടുകൾ പരിപൂർണമായും നശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്? ആമസോൺ മഴക്കാടുകൾ പൂർണ്ണമായും നശിച്ചു കഴിയുമ്പോൾ തങ്ങളുടെ ആവാസ വ്യവസ്ഥകൾ നഷ്ടപ്പെടുന്നത് മൂലം നമ്മൾ ആദ്യം കണ്ട വൈവിധ്യവും വിചിത്രവുമായ ജീവജാലങ്ങളിൽ ഭൂരിഭാഗത്തിനും വംശനാശം സംഭവിക്കും. ജീവജാലങ്ങൾക്കൊപ്പം തന്നെ വനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ധാരാളം മനുഷ്യർക്കും ഇത് വലിയൊരു വെല്ലുവിളിയായി മാറും. മഴക്കാടുകൾ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും സസ്യജാലങ്ങൾക്ക് മുളച്ചു വരുവാൻ സാധിക്കാത്ത വിധം ഫലഭൂയിഷ്ടമായ മഴക്കാട്ടിനുള്ളിലുള്ള സകല മണ്ണും ഒലിച്ചു പോകും. ഭൂമിയുടെ ഉപരിതലത്തിലെ ഫലഭൂയിഷ്ടമായ മണ്ണാണ് 6 മുതൽ 9 ഇഞ്ച് വരെ കനമുള്ള മേൽമണ്ണ്. മണ്ണതിൻ്റെ പൂർവ്വസ്ഥിതിയിൽ നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ഒഴുകിപ്പോകുന്ന പ്രക്രിയയാണ് മണ്ണൊലിപ്പെന്ന് പറയുന്നത്. മഴയും കാറ്റുമാണ് ഇതിൻ്റെ പ്രധാന ഘടകം. എന്നാൽ മണ്ണൊലിപ്പിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമുണ്ട്. അതിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ വേഗത. ആമസോൺ മഴക്കാടുകൾ നിലനിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നദീതടമായ ആമസോൺ നദീതടത്തിന് മുകളിലാണ് എന്ന് നമുക്കറിയാം. മണ്ണിനെ പിടിച്ചു നിർത്താൻ അവിടെ സസ്യങ്ങളും മരങ്ങളും ഒന്നും ഇല്ലാതാകുന്നതോടെ ഫലഭൂയിഷ്ടമായ ഈ മേൽമണ്ണ് മുഴുവൻ ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോകും. സൗത്ത് അമേരിക്കയിലെ 9 രാജ്യങ്ങളിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാകും. ആ രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിക്കും. കാട്ടിലെ മുഴുവൻ മരങ്ങളും വെട്ടി നശിപ്പിച്ചു കഴിയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിച്ചു കഴിയുമ്പോൾ ആഗോളതാപനം ഉണ്ടാകും എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഫലമായി ഭൂമിയിലെ ധ്രുവങ്ങളിലുള്ള മഞ്ഞുപാളികളെല്ലാം ഉരുകും. അങ്ങനെ സമുദ്രനിരപ്പിൻ്റെ അളവ് വളരെയേറെ ഉയരും. കാലാവസ്ഥ മുഴുവൻ മാറി മറിയും. ഇതിൻ്റെ ഫലമായി ഭൂമിയിലെ മറ്റു മഴക്കാടുകളെല്ലാം നശിക്കാൻ തുടങ്ങും. അങ്ങനെ ആമസോൺ കാടിൻ്റെ നാശം ലോകത്തെ മുഴുവൻ ബാധിക്കും. ഇതുപോലെ തന്നെ ആമസോൺ കാട്ടിലെ കോടിക്കണക്കിന് മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് കഴിയുമ്പോൾ ആ പ്രദേശമെല്ലാം തരിശു ഭൂമിയായി മാറും.
ഇതിൻ്റെ ഫലമായി അമിതമായി കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയും നമ്മുടെയും മറ്റു ജീവജാലങ്ങളുടെയും എല്ലാം ശ്വസനം വളരെയേറെ ബുദ്ധിമുട്ടായി മാറും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വർധനവ് മൂലം സമുദ്രജലം മുഴുവൻ അമ്ല ഗുണമുള്ളതായി മാറും. ഇതിൻ്റെ ഫലമായി കടൽ ജീവികൾക്ക് നാശം സംഭവിക്കാൻ തുടങ്ങും. അങ്ങനെ വനനശീകരണം മൂലം ഭൂമിയിലെ പല ജീവനുകൾക്കും വംശനാശം തന്നെ സംഭവിക്കും. ആമസോൺ മഴക്കാടുകൾക്കുള്ളിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. ഇവയിൽ പലതും ആധുനിക വൈദ്യശാസ്ത്രം ധാരാളമായി ഉപയോഗിക്കുന്നുമുണ്ട്. ഈ വനം മുഴുവൻ നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയ 5% ഔഷധ സസ്യങ്ങൾ അടക്കം നമുക്ക് കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ലാത്ത അനേകം സസ്യങ്ങൾ നശിച്ചു പോകും. അങ്ങനെ മെഡിക്കൽ സയൻസിനും നഷ്ടം സംഭവിക്കും. ഇങ്ങനെയെല്ലാം ആമസോൺ മഴക്കാടുകൾ മുഴുവൻ നശിച്ച് അവസാനം സഹാറ പോലെ മരുഭൂമിയായി മാറും. ഭൂമിയിലെ പച്ചപ്പ് പതിയെ ഇല്ലാതെയാകും. നമ്മുടെ ചുറ്റിലും ഒന്ന് നോക്കിയാൽ മാത്രം മതി. നമ്മൾ അനധികൃതമായി കയ്യേറ്റങ്ങൾ നടത്തുന്നു, വനങ്ങൾ നശിപ്പിക്കുന്നു. നമ്മുടെ ലാഭത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം മരങ്ങളും സസ്യങ്ങളും എല്ലാം നശിപ്പിച്ച് ഈ പച്ചപ്പ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നാലെ കടന്നു വരുന്ന അടുത്ത തലമുറയ്ക്ക് ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കാതെ വന്നേക്കാം. ഞാനേറ്റ വെയിൽ നിങ്ങൾക്ക് തണലായി തന്നു, ഞാനേറ്റ മഴ നിങ്ങൾക്ക് ജലമായി തന്നു. എന്നിട്ടും നിങ്ങൾ എനിക്കായി ഒരു മഴ പണിതു വെച്ചു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.